നമ്മളെ ഒരു സ്പെഷ്യൽ മസാലയിൽ ഉണ്ടാക്കിയ ചിക്കൻ 65 ആട്ടാ. ഇത് ആർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. ഈ മസാല നമുക്ക് എത്ര കാലം വേണമെങ്കിലും അത് ഇൻസ്റ്റന്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ മസാല ഉണ്ടാ. എത്ര കാലം വേണമെങ്കിലും നമുക്ക് ബോട്ടിലൊക്കെ അടച്ചിട്ട് എടുത്ത് വെക്കാൻ പറ്റിയ മസാലയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ഈ സ്പെഷ്യൽ മസാല പൗഡർ ഉണ്ടാക്കാനേ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നിറച്ച് കോൺഫ്ലവർ ഇടുക, ഒരു 3/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, അതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക, നല്ല നാടൻ കുരുമുളക് പൊടി ഇട്ടാൽ. എന്നിട്ട് ഇത് അതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂൺ നിറച്ചെടുത്തിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക. അതിലേക്ക് ജീരകം പൊടി ഒരു 1/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഒരു ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ സ്പെഷ്യൽ ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ എടുത്തിട്ടാണ് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നിറച്ച് കസൂരി മേത്തി ഒന്നിങ്ങോട്ട് റോസ്റ്റ് ചെയ്തെടുത്ത് ചേർക്കട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് അങ്ങോട്ട് നല്ല രീതിയിലാണ്ട് പൊടിച്ചെടുക്കുക. ആ മേത്തിയൊക്കെ നല്ല രീതിയിൽ പൊടിഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് പിന്നെ അതാ നമ്മൾ കഴുകി വൃത്തിയാക്കിയ 1 കിലോ കോഴിയാണ് എടുത്തിട്ടുള്ളത്. 1 കിലോ കോഴി ഇറച്ചിണ്ട് കേട്ടോ. അതിലേക്ക് പാകത്തിന് ഉപ്പാണ്ട് ഇട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നല്ല അരച്ചിട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച മസാല അത് എടുത്തിട്ട് തീക്കാൻ ഇട്ട് കൊടുക്കുക. നമ്മളിപ്പോൾ ഉണ്ടാക്കിയ കണക്ക് നോക്കുകയാണെങ്കിൽ 1.5 കിലോ ചിക്കനിക്കുള്ള മസാല ഉണ്ടാവും. ഒരല്പം വിനാഗിരി ഉണ്ട് ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് ഒഴിച്ചാലും മതി. എന്നിട്ട് കൈകൊണ്ട് നല്ല രീതിയിൽ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 1/2 മണിക്കൂറെങ്കിലും അവിടെ മാറ്റി വെക്കണം കേട്ടോ. 1 മണിക്കൂർ വെച്ചാൽ നല്ല പിടിച്ച് അടിപൊളിയാവും. എന്നിട്ട് പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലും ഉണ്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അത് ചൂടായിട്ട് വരുമ്പോൾ ഓരോരോ കഷ്ണങ്ങളായിട്ട് പരത്തിയാണ്ട് ഇട്ട് കൊടുക്കുക. ഇനി മുക്കി പൊരിക്കാനാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് കേട്ടോ. എന്നിട്ട് ഒരു സൈഡ് വെന്ത് വരുമ്പോൾ മറ്റേ സൈഡും കൂടെ മറിച്ചിട്ട് വേവിച്ചിട്ട് പാകത്തിന് വേവാൻ വേണ്ടി കോരി മാറ്റുക. അതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകൊക്കെ പൊരിച്ച് കുറച്ച് ഇട്ട് കൊടുക്കട്ടെ. അടിപൊളി ടേസ്റ്റാണ്.